ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തമിഴിൽ കണ്ടത് ചെറിയ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ ഞായറാഴ്ച നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മന്തിയാണ്. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ട് മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുന്ന നമ്മുടെ ചിങ്കുടുമണികൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ തലാൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സാധനങ്ങൾ വാങ്ങാനുള്ള ഫുൾ ഡ്യൂട്ടി എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ചിങ്കുടുവിനെ ഉണ്ടാകും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എടപ്പള്ളിയിൽ ഉണ്ടാക്കണ നെയ്യാണ്. കണ്ടറിയാലോ. ഇതെടുത്തോ, ഈ ചിക്കൻ്റെ 2 എണ്ണം എടുക്കുക. ആ കേട്ടോ, നടക്ക് ഞാനാ നടക്കണ നടക്ക്. എടുത്തോ. ആ പറഞ്ഞാൽ മതി. വാ വാ വാ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാർക്കറ്റിൻ്റെ പുറത്ത് വന്നു. അപ്പോൾ 2 എണ്ണത്തിന് ഇത് തന്നെ എൻ്റെ പരിപാടി. ഏത് ഷോപ്പിംഗ് മാളിൽ കണ്ടാലും ഇതിൻ്റെ ചുറ്റും നിന്ന് ഇങ്ങനെ കളിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ ചിക്കനെ വെട്ടിക്കൂട്ടി നമ്മൾ ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 2 മാഗി ക്യൂബും ഒരു ഡ്രൈ ലെമനും പിന്നെ എനിക്ക് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തിട്ടിട്ട്. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് മന്തി ഇരിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും ക്യാപ്സിക്കം ഒക്കെ കൂടെ എടുത്ത് ഒന്നും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് ഒന്നും കൂടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കും ഇത്. അങ്ങനെ ആക്കി എടുത്തതിന് ശേഷം പിന്നെ അത് വേവിക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ റൈസൊക്കെ അടുപ്പത്ത് വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടാണ്. പിന്നെ നമ്മൾ 2ഉം കൂടി അങ്ങോട്ട് ദമ്മിട്ടു. പിന്നെ നമ്മുടെ ഗ്രീൻ കളറിലെ പച്ചമുളക് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ദമ്മിൻ്റെ കൂടെ വെക്കണത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചാർക്കോൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചാർക്കോൾ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് നന്നായിട്ട് കത്തിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് സ്മോക്ക് ചെയ്തെടുത്തു. ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മന്തിയുടെ ഒരു ഫ്ലേവർ അങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഒരൊറ്റ പാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ വേറൊരു സംഭവമാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കണത്. അതെന്തെന്നാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം. ഇവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അട്ട ഫ്ലോപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു ഓൾ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.